ഹലോ ഗേസ്, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു മാച്ച് എന്നത്തെയും പോലെ ഒരു റാങ്ക്ഡ് മാച്ചാണ്. അപ്പോൾ താഴെ ഇറങ്ങണേക്കാളും മുന്നേ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും, പിന്നെ സബും ചെയ്യണം. ഇതേ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരുത്തം വന്ന് ഇറങ്ങി, അവനെ വട്ടാപ്പിടിച്ചിട്ടുണ്ട്. നമ്മൾ നേരെ മേളിലേക്ക് ലൂട്ട് വരവാൻ കയറി ചെന്നു. നമ്മുടെ കയ്യിൽ പീണേൻ്റെ യോഗമാണ്. ഇതേ മേളിൽ നിന്ന് അവനെ ഇറങ്ങണ്ടോ നോക്കിയില്ല, ഇറങ്ങണമൊന്നുമില്ല കേട്ടോ. ഇതേ അപ്പുറത്ത് ആരും ഉണ്ട്. അവനെ നമ്മൾ സ്പോട്ട് ചെയ്തു. ഇനി അവനെ നോക്കി കണ്ടുപിടിക്കണം. ദേ അവനവിടെ താഴത്തേക്ക് ഇറങ്ങണ്ടെന്ന് തോന്നുന്നു. അതേ താഴത്തേക്ക് ഇറങ്ങി അപ്പുറത്തെ വീട്ടിലേക്ക് അവൻ ഓർമ്മ കയറി ചെന്നടിച്ചാലോ. നമ്മുടെ കയ്യിലിരിക്കുന്നത് വുഡ്പക്കർ മീണതിൻ്റെനുമാണ്. അടിക്കണ്ട, ഇനി അടിച്ചിട്ട് പണി വാങ്ങി കൂട്ടണ്ട. ദേ നമ്മളിവിടെ ലൂട്ടൊക്കെ വരവി സെറ്റായിട്ട് പോയാൽ അവനെ അടിക്കാം. നമുക്ക് ലെവൽ 3 ബാഗൊക്കെ കിട്ടി. നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതേ നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങിച്ചാലാണ്. ഇനി നമ്മുടെ സ്പോട്ടിൽ നിന്ന് ഒരു വണ്ടി കണ്ടുപിടിക്കുക, നേരെ കറങ്ങി കിടക്കുക, വണ്ടിയിൽ മൂഞ്ചി കുത്തി ഞങ്ങൾ മാർക്കുക. ഇതേ നമ്മൾ അവനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവൻ ഇവിടെ താഴത്തെവിടെ ഉണ്ട്, അവൻ താഴത്തെവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇതേ അവനെ അതിൻ്റെ അല്ല, ഇതിൻ്റെ അപ്പുറത്ത് പറഞ്ഞേക്കുന്നുണ്ട്. നമ്മൾ ഇരുന്നിട്ട് താഴത്തേക്ക് ചാടി അടിക്കാൻ നോക്കാം. അവൻ്റെ കാൽ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇനി നമ്മൾ താഴത്തെ നമ്മൾ ആക്ട് ചെയ്ത് കാണിച്ചിട്ട് അവനെ പേടിക്കണം. അവനോട് ഇല്ലല്ല, അവനവിടെ ഒന്നും പോയെന്നാ തോന്നുന്നത്. അല്ല ദേ ഇവിടെ ഇരിക്കുന്നുണ്ട്. ദേ നമ്മുടെ ചെറിയൊരു ഇത്. ഇപ്പം നമ്മളവൻ അടിക്കാൻ നോക്കി, പക്ഷെ പറ്റില്ലേ. ഇനി നമുക്ക് ഹോങ്കോങ്ങിട്ട് താഴത്തേക്ക് ഇറങ്ങി ചെന്നാൽ അവൻ്റെ തലയിൽ പൊളിച്ചേണ്ട കേസ്. നമ്മൾ ആദ്യമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യണം. നമുക്കിവിടെ കൈ കിട്ടിയത് UMPയും വുഡ്പക്കറുമാണ്. പിന്നെ ഒരു കുഞ്ഞു തോക്കിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോളൂ. നമ്മൾ സ്കോച്ചെ കുറിച്ച് സുഖമായിട്ട് തന്നെ വർക്കാണ്. നമ്മളിനി താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയ സ്ഥലമാണ്. താഴത്തെ ആളുണ്ടാവും തോന്നുന്നു. നല്ലടി. ആരടാ അത്? ഞാൻ അടിക്കാൻ നോക്കി, തല കയറാനുള്ള എന്ത് കഷ്ടാലം പിടിക്കാനായിട്ട്. നമ്മൾ മെഡടിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ഹോങ്കോങ്ങിട്ട് കയറാം. അവനടിച്ച് കൊണ്ടില്ല. അവനടിച്ച് 19-18 കയറണം. ഓടുന്നു തലല്ലേ വിളിക്കാം. ഞാനൊരു ഇഞ്ചക്ഷനുണ്ടായി. നമ്മളാണെങ്കിൽ പോയി മെഡ് അടിക്കാണ്. നമ്മുടെ അവൻ്റെ ഇഞ്ചക്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ മെഡില്ല, താഴത്തോട്ട് മെഡ് അടിക്കാം. ഇവിടെ കുത്തിരിക്കാൻ ആരും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. അപ്പം മിന്നായം പോലെ ഒരുത്തനെ കണ്ടേ. ഇനി ലൂട്ടൊരായിട്ട് അവനെ തപ്പാൻ പോയി നോക്കാം. നമ്മൾ ലൂട്ടൊരു എത്ര ടോക്കൺ 800 കണ്ടുണ്ട്. അവനോട് ഗ്ലൂ വാളിട്ട് കവർ ചെയ്യുന്ന അവൾ 2-3 അടി എടുത്തു. മറ്റേ സ്നോ എറിയാന്ന് വെച്ചിട്ട് പിന്നെ ഉണ്ടാകുന്നു. അവൻ ഊട്ടി പോകുന്നു. അവൻ്റെ ഒരു തല കൊടുത്തുണ്ട്. പിന്നെ സ്കൂപ്പ് ചെയ്തടിച്ച് കൊണ്ടില്ല. അവൻ അവിടെയും ഗ്ലൂ വാളിട്ടു. കയറിച്ചാൽ അവൻ്റെ തല തന്നെ തല്ലി പൊളിക്കാം. അവൻ്റെ തലയും ബോഡി ഷോട്ടും കൊടുത്തിട്ട് അവൻ്റെ ലൂട്ടും വരും. മേളിലേക്ക് ഒരുത്തൻ ക്രെയിം പിടിച്ചു. അവനെ കൊല്ലാൻ പറ്റുമോ നോക്കാം. കൊല്ലാൻ പറ്റുമായിരിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമ്മളിനി നേരെ കറങ്ങി കയറിച്ചല്ല. അവൻ എന്നെ കണ്ടല്ല, അത് മനസ്സിലായി. നിൽക്കണം. അവിടെ ഒരാളൂടെ ഉണ്ട്, 2 ആൾക്കാരുണ്ട് അവിടെ ഡ്രോപ്പും വന്ന് വീണ്ട. അപ്പം എന്തായാലും അവരത് വരവാൻ വരും. അവൻ്റെ തല കിട്ടേണ്ട ഒറ്റടി അപ്പോൾ തന്നെ അത് തന്നെ തലൊന്നും സ്പോട്ട് ചെയ്ത് വന്നില്ലല്ല. നമ്മൾ നേരെ കറങ്ങി ചെന്നടിക്കാൻ നോക്ക്. കറങ്ങി ചെന്ന് അവിടെ വമ്പ ഫൈറ്റ് കിടക്കാണ്. മറ്റേത് സ്നോ എടുത്തെറിയാം. മറിഞ്ഞു. 72 ഉണ്ട് കേട്ടോ, 72 ഉണ്ട്. ഒരുത്ത മോൺസ്റ്റർ ട്രക്ക് ഓടിച്ചു പോകണം. അവനിവിടെ എന്തോ ബാക്കിൽ നിന്ന് അടിച്ചു. ചുറ്റും കവർ ചെയ്ത കാരണം നമുക്ക് അധികം അടി കൊണ്ടില്ല. താഴത്തേക്ക് അടി ആദ്യം ഇവനെ തീർക്കാം. തിരിയാൻ പറ്റണില്ല. ലൂട്ട് എടുക്കണ കാരണം മേളിലുള്ളവനും അടിയിലുള്ളവനും ഒരേപോലെ ഡാമേജ് കൊടുക്കും. ഒരു സ്നോ എടുത്ത് പറഞ്ഞാൽ കൊള്ളില്ലെന്ന് എൻ്റെ വിശ്വാസം. അതെ, ബാക്കിൽ നിന്ന് നിനക്കൊക്കെ എന്തിരാ. നമുക്കിത് കറങ്ങി പോടെ ചുറ്റുപടിയാണ്. നമുക്ക് കറങ്ങിപ്പോയെന്ന് സ്പോട്ട് ചെയ്തടിക്കാം. നമ്മളവിടെ ഇവിടെ മൊത്തം അടിക്കണ്ട. ഞാനിപ്പോൾ എയിം ചെയ്തൊക്കെ മൊത്തം അടിയാണ്. അപ്പം 3-4-5 പേരൊക്കെ ഉണ്ട്. നമുക്ക് നേരെ കറങ്ങി പോവാട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പാറയുടെ അവിടെ ഒളിച്ചിന്ന് അടിയോടെ കയറി കുറച്ച് ഡാമേജ് ചെയ്ത് കയറി നോക്കട്ടെ. നല്ല ഡീറ്റെയിൽസ്. നമ്മുടെ കയ്യിൽ ഇഞ്ചക്ഷനുള്ള കാരണം നമ്മൾ രക്ഷപ്പെടും. മെഡ് അടിച്ച് അവനവിടെ തൽക്കാലം ബാക്ക് വലിയാം.
ബാക്കിൽ നിന്നിട്ട് അവൻ്റെ തല അങ്ങോട്ട് വലിയ പിടിക്കും. കറങ്ങിപ്പോകുന്നതാണ് സേഫ് സോൺ വേണ്ട. പിന്നെ നമ്മളിത് നേരെ അപ്പുറത്തെ വീട്ടിലേക്ക് ഓടിച്ചാലോ. നമുക്ക് വീട് ഏതാണെന്ന് മനസ്സിലായിട്ടില്ലായിരിക്കുമല്ലോ. നമ്മളതേ വീട് കാണിച്ചു തരാം. ആ ഒരു വീട്ടിൽ ലൂട്ട് ബോക്സാണ്. ഈ ലൂട്ട് ബോക്സ് നല്ലല്ല, ആരുടെയൊക്കെ ചിതാഭസ്മങ്ങൾ കിടക്കുന്നു. നമുക്കിത് നേരെ താഴത്തേക്ക് ഓടിച്ചാലോ. വണ്ടി എടുത്തൊന്ന് അതിന് മുമ്പ് UMPയുടെ ബുള്ളറ്റ് നമുക്ക് തരണം. അതിൽ ആകെ 110 ഉള്ളൂ. നമുക്ക് ബ്ലാക്ക് ബുള്ളറ്റ് ഒരു 30 കാണുന്നുണ്ട്. അവിടെ മറ്റേ ബുള്ളറ്റ് എടുക്കാം. നമ്മൾ നേരെ വണ്ടി കയറി ഒന്നും നോക്കണ്ട, പറപ്പിച്ചു. എന്ത് ഡാമേജ് വരുന്നുണ്ട്. നമ്മൾ നേരെ ഇവിടെ ഓരോ തുറന്നുണ്ട് കേട്ടോ. പിന്നെ അത് എടുക്കാൻ നിന്നില്ല. നമുക്ക് നേരെ നമുക്ക് ലൂട്ട് വരവാം. UMPയുടെ ബുള്ളറ്റ് ആണെങ്കിലും ഒപ്പിക്കണം. മറ്റേതിൽ 200 ഉണ്ടെങ്കിൽ UMPയിൽ 155 ഉള്ളൂ. നമുക്ക് ഡ്രോപ്പ് ഇടാം കേട്ടോ. നമുക്ക് നേരെ ഡ്രോപ്പ് ഇട്ട് ലൂട്ട് ചെയ്ത് സെറ്റായിട്ട് മേളിലേക്ക് കയറി പോകും. മേളാരും കാണാനില്ല. ആകെ 6-7 പേരും കണ്ടുള്ളൂ. നമ്മൾ നേരെ ഡ്രോപ്പ് പോകുന്നുണ്ടെങ്കിൽ അതിലെന്തിട്ടാൻ നോക്കാം. അതിലേതൊരു ടോക്കൺ, എനിക്ക് അതിൻ്റെ പേരറിയില്ല, സോറി. അപ്പുറത്ത് അടി ഇറങ്ങുന്നുണ്ട്. ഒരാൾ കുഞ്ഞിരിക്കുന്നു. അവൻ അടിച്ചങ്ങനെ നോക്കി, പക്ഷെ പറ്റിയില്ല. കുത്തി പിടിച്ചായിരുന്നു. 1 ടാപ്പ് ആയിട്ടാ നോക്കി, അതും പാളി. ഫുള്ള് പാളാനുള്ള കേസ്. പിന്നെ ഗ്ലൂ വാളും കൈ പിടിച്ച് ഓർമ്മ. അവിടെ ഒരാൾ കണ്ട്. നമ്മൾ നേരെ ഒരു ഗ്ലൂ വാളിട്ടങ്ങ് സെറ്റ് ചെയ്യാം. നമുക്ക് തന്നെ തോന്നുന്നു കർത്താരം പിടിക്കാനായിട്ട്. നമുക്കിത് ചെയ്യാൻ സ്പോട്ട് ചെയ്യാം. നമ്മുടെ മാഗ് വെച്ച് കുത്തി പിടിച്ച്